ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പനെ ഒരു കുഞ്ഞികൃഷ്ണൻ തന്നെയായിരുന്നു കേട്ടോ അലങ്കാരമായിട്ട് ചാർത്തിയിട്ടുണ്ടായിരുന്നേ. ഇന്നലെ ആ സമയത്ത് ഉച്ചപൂജയായിരുന്നില്ല, പന്തീരടി ആയിരുന്നു. കാരണം ഭഗവാൻ ആ ഉറക്കം എഴുന്നേൽക്കാനായിട്ട് കുറച്ച് താമസിച്ചുള്ളൂ. അപ്പോൾ പന്തീരടി പൂജയ്ക്കാണ് ഇന്നലെ ഭഗവാനെ കളഭാലങ്കാരം ഉണ്ടായിരുന്നത്. ഭഗവാൻ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ശ്രീലകത്ത്. ഇതിൽ ആറാട്ടമൊക്കെ അല്ലേ, അപ്പോൾ ഒരുപാട് പേര് ഭഗവാനെ കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും കാണാനായിട്ട്, എല്ലാവരെയും അനുഗ്രഹിക്കാനായിട്ട് ഒരു കയ്യിൽ ഓടക്കുഴലുണ്ട്, ഒരു കയ്യിൽ താമരപ്പൂവും പിടിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഭഗവാൻ ഇരിക്കുന്നുണ്ടായിരുന്നത്. ഒരു കുഞ്ഞുണ്ണികൃഷ്ണനായിട്ട് കേട്ടോ. എന്നിട്ട് വരുന്നവർക്കെല്ലാം ഭഗവാൻ പ്രസാദമായിട്ട് ആ താമര കൊടുക്കുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുള്ള ഒരു അലങ്കാരമായിരുന്നു. ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ കുറച്ചൊരു ഗമയൊക്കെ ഉണ്ട്, സന്തോഷമൊക്കെയാണ് കേട്ടോ ഭഗവാന്റെ മുഖത്തുള്ളത്. കഴിഞ്ഞ ദിവസം പള്ളിവേട്ട കഴിഞ്ഞിട്ടുള്ള ക്ഷീണമൊന്നുമല്ല, കാരണം നന്നായിട്ട് ഉറങ്ങിയിരിക്കണേ. അപ്പം ക്ഷീണമൊക്കെ മാറിയിട്ടാണ് ഭഗവാൻ നല്ല സുന്ദരനായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ ഒരു ഗമയുണ്ടെന്ന് പറഞ്ഞല്ലോ, ഒരു രാജാവിൻ്റെ പോലെ തന്നെ. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ ആ ഒരു സന്തോഷം ഭഗവാന്റെ മുഖത്തുണ്ടായിരുന്നത്. അതിൻ്റെ തലേദിവസം എല്ലാവരെയും കാണാനായിട്ട് ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളിയല്ലോ, ഗ്രാമപ്രദക്ഷിണത്തിനായിട്ട്. അപ്പോൾ ഒരു രാജാവിൻ്റെ പോലെയാണ് എഴുന്നള്ളിയത്. എന്നിട്ട് തിരികെ വന്നിട്ടും ആ ഒരു പ്രൗഢിയോട് കൂടി തന്നെയാണ് ഭഗവാൻ ഇരിക്കുന്നത്. കിരീടവും ചെങ്കോലും ഒന്നും അല്ല പിടിച്ചിരിക്കുന്നത്, ഓടക്കുഴലാണ് പിടിച്ചിരിക്കുന്നത്. എന്നാലും ആ ഒരു ഇരുത്തം ഉണ്ടല്ലോ, കുറച്ച് ഗമയായിട്ടുള്ള ഒരു ഇരുത്തം, ആ ഇരുത്തമായിട്ടാണ് തോന്നിയത് കേട്ടോ. അപ്പോൾ എന്തൊക്കെ സങ്കടങ്ങളുണ്ടെങ്കിലും എൻ്റെ അടുത്ത് ബോധിപ്പിച്ചോളൂ, ഞാനതെല്ലാം കാണുന്നുണ്ട്, അതിൻ്റെ പരിഹാരമൊക്കെ ഞാൻ നൽകാം. സന്തോഷങ്ങളുണ്ടെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞോളൂ, എന്താണെങ്കിലും എൻ്റെ അടുത്ത് പങ്കുവെച്ചോളൂ, എല്ലാം കേൾക്കാനായിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത് എന്നുള്ള ഒരു ഭാവത്തിൽ തന്നെയാണ് ഭഗവാൻ ഇന്നലെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഭഗവാന്റെ ആ ഒരു ചിന്തയുണ്ടല്ലോ, അതും എല്ലാവരുടെ മനസ്സിലേക്കും എത്തുന്നുണ്ടായിരുന്നു. എന്തിനും ഏതിനും ഭഗവാനെ ആശ്രയിക്കാം, ഭഗവാനിലേക്ക് എത്താം. അപ്പോൾ അതിനെല്ലാം ഭഗവാൻ ഉത്തരം നൽകും എന്നുള്ള ഒരു വിശ്വാസത്തോട് കൂടിയിട്ടാണ് എല്ലാ ഭക്തജനങ്ങളും ഇന്നലെ ഭഗവാനെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഭഗവാന്റെ ആറാട്ട് മുങ്ങി ഭഗവാനെ തൊഴുത് ആത്മനിർവൃതിയോട് കൂടിയിട്ടാണ് എല്ലാവരും മടങ്ങിയത് കേട്ടോ. അപ്പം അത്രയും സന്തോഷമുള്ള ഒരു ആറാട്ടായിരുന്നു. ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം ധാരാളമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷം തന്നെയായിരുന്നു. അതവിടെ എത്തിയവർക്ക് തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇപ്പോൾ എത്തിയവർക്ക് അത് മനസ്സിലായിട്ടുണ്ടാകും, പക്ഷെ എത്താത്തവരെയും ഭഗവാൻ അനുഗ്രഹിച്ചിട്ടുണ്ട്. വന്നവരെ മാത്രമല്ല കേട്ടോ, ഭഗവാനെ ഓരോ നിമിഷവും മനസ്സിൽ സ്മരിക്കുന്നവർക്കും ഭഗവാൻ ധാരാളമായിട്ട് അനുഗ്രഹം നൽകിയിട്ടുണ്ട്. ഭഗവാന്റെ കയ്യിലുള്ള താമരപ്പൂക്കൾ അവർക്കും തീർച്ചയായിട്ടും ഭഗവാൻ നൽകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ആ ഇരിക്കുന്ന, അതായത് ഓടക്കുഴലും താമരയും ഒക്കെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഭഗവാന്റെ രൂപം നന്നായി മനസ്സിൽ ധ്യാനിച്ചിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവാന്റെ പാദങ്ങളിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ.